നിങ്ങളുടെ വീഡിയോസ് ആണെങ്കിലും നിങ്ങളുടെ സംസാര രീതി ആണെങ്കിലും അതൊക്കെയാണല്ലോ നിങ്ങൾ ഈ സിനിമയിലേക്ക് എത്തിച്ചത് അല്ലേ? നിങ്ങളെ കണ്ടെത്തി വിളിക്കുകയാണെങ്കിൽ ഒരു സിനിമ എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഈ ഇപ്പൊ കുറെ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം കിട്ടി, വീഡിയോ ഇട്ടു, അത് റീച്ചായി, പക്ഷെ അതും ഒരു ജോലിയായി. അപ്പം അത് കണ്ടിട്ട് വിളിച്ചു, ഡയറക്ടേഴ്സ് വിളിച്ചു, ഓക്കെയാണ്, കഥ കേട്ടു, പിന്നെ അതാണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു. അല്ല, നമുക്ക് സിനിമയായിരുന്നു ആഗ്രഹം, പക്ഷെ നമുക്ക് പ്ലാറ്റ്ഫോം ഇപ്പൊ ഒരുപാടുണ്ട്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്. ഇങ്ങനെ വന്നിട്ട് നീ എന്തിനാണ്? സീരിയസ് ആയിട്ട് അങ്ങനത്തെ എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്നറിയാം. നിങ്ങൾ അടിപൊളിയായിരിക്കും ധ്യാനമായിട്ടൊക്കെ വന്ന അങ്ങനെയാണോ പറഞ്ഞത്? കാരണം 2 ദിവസം ഇവൻ കാരണം ഷൂട്ടിംഗ് അത് ഞാൻ പറഞ്ഞല്ലോ സത്യം. അത് ഇവൻ ചോദിക്കും, സൈഡിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. എന്തായാലും ഒരു സിനിമയുടെ ഭാഗങ്ങൾ എല്ലാവരും ആഗ്രഹമാണ് കേട്ടോ. ആ സിനിമയിലേക്ക് നിങ്ങൾ എത്തി, നല്ലൊരു സിനിമ, നല്ലൊരു പ്രൊഡക്ഷൻ ടീമിന്റെ അടുത്തെത്തി, നല്ലൊരു ഡയറക്ടറിന്റെ അടുത്തെത്തി. അപ്പൊ ഈ സിനിമയ്ക്ക് നിങ്ങളാൽ കഴിയുന്ന സംഭാവന ചെയ്തിട്ട് ഇനി നമ്മൾ സിനിമ കണ്ട് തീരുമാനിക്കാം. നിങ്ങൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് ഈ സിനിമയിലും നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടട്ടെ കേട്ടോ. അങ്ങനെ മുന്നോട്ട് പോകാം. കുറച്ച് നമുക്ക് സൈലന്റ് ആയിട്ട് പോകാം. ഗ്യാങ്ങിലേക്ക് ഇവരൊക്കെ ഒന്ന് പോട്ടെ. പോയിട്ട് പിന്നെ കാണാം. ഇങ്ങനത്തെ ഒരു ഗ്യാങ് ഉണ്ട്, ഒത്തിരി യൂട്യൂബ് ചെയ്യുന്ന പല പ്രോഗ്രാം ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊക്കെ സിനിമയിലേക്ക് വരുന്നുണ്ട്. ഇത്തരം കഴിവുള്ളവരൊക്കെ പണ്ടൊക്കെ മിമിക്രി വേദിയിൽ നിന്ന് സിനിമയിലേക്ക് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ കലോത്സവ വേദിയിൽ നിന്ന് നാടകത്തിൽ നിന്നുണ്ടായിരുന്നു, സിനിമയിലേക്ക് വരുന്ന നാടകത്തിൽ നിന്നൊക്കെ ഇപ്പൊ ഈ ഇത്ര ഒരു ട്രെൻഡുകൾ വരുന്നുണ്ട്. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് കാലഘട്ടത്തിന്റെ മാറ്റം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഡിജിറ്റൽ യുഗമല്ലേ, അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇതേപോലുള്ള കലാകാരന്മാർക്ക് ഇപ്പോൾ വരാൻ ഏറ്റവും നല്ല അവസരം ഇതാണ്. പണ്ടാണെങ്കിൽ നമ്മൾ ചാൻസ് ചോദിച്ചും എത്ര പേരുടെ മുമ്പിൽ പോകണം ഒരവസരത്തിന് വേണ്ടിയിട്ട് എത്തണ്ടേ. ഇപ്പോൾ അത് ആവശ്യമില്ല. ഇപ്പോൾ ഇവരുടെ റീൽസ് കണ്ട് ഇവർക്ക് അവസരം കൊടുക്കാൻ ഡയറക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ സ്കിറ്റുകൾ പണ്ടൊക്കെ, പക്ഷെ അത്രയും ബലം വേണ്ട ഇപ്പോഴത്തെ സ്കിറ്റിൽ നിന്നാണ്. നമ്മൾ അന്ന് ചെയ്ത പോലെ അത്ര ഭയങ്കരമായിട്ടുള്ള ഹ്യൂമറുകൾ വേണമെന്നില്ല, ലൈറ്റർ ഹ്യൂമർ മതി. ഇപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്സ് അല്ലേ ചെയ്തു പോകുന്നത്, നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ഇല്ലെങ്കിൽ ബലത്തുള്ള സാധനങ്ങളാണ്. ഞാൻ എന്റെ അച്ഛൻ്റെ ഫാദർ അത് രക്തത്തിലുണ്ട്, മോനെ രക്തത്തിലുണ്ട് ഹ്യൂമർ. അവൻ അറിയില്ല ഞാൻ എങ്ങനെ സിനിമയിൽ വന്നു, പാവം പറഞ്ഞു കൊടുക്കണം. ഡെയിലി എന്നോട് പറയുന്നതാണ്, ശ്രീനിവാസന്റെ മോൻ അല്ലെങ്കിൽ സിനിമയിൽ വരുമായിരുന്നു എന്ന് ചോദിക്കുന്നവനാണ് എന്നോട് എങ്ങനെ വന്നു എന്ന്. ജനത്തിലൊരു സംസാരം, ഓ എന്റെ അച്ഛനല്ല ശ്രീനിവാസൻ. പൊതുജനത്തിലൊരു സംസാരം ഉണ്ടെന്ന്. മറുപടി കൊടുക്കണല്ലേ? അവനറിയില്ല. അല്ല, അത് ഞാൻ അവന് പറഞ്ഞു, പിന്നെ കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തോളൂ, പരിപാടി കഴിഞ്ഞ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.